കോൺജറിങ് സിനിമയിൽ ഒരു സത്യം മറച്ചിരിക്കുന്നു. ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഒരാൾ പിന്നീട് ഒരിക്കലും പഴയപടിയായിരുന്നില്ല. 1971 പെറോൺ ഫാമിലി അവർ താമസിച്ചിരുന്ന വീട് ഒരു വീടല്ലെന്നും മറിച്ച് ഒരു പ്രേതാലയമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവർ വേരൻസ് എന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ വിളിച്ചു വരുത്തുന്നു. എന്നാൽ വേരൻ കപ്പിൾസിന് മനസ്സിലാകുന്നു ഇതൊരു സാധാരണ കേസല്ല. അതിനാൽ വേരൻ ദമ്പതികൾ ഒരു പ്രീസ്റ്റിന്റെ സഹായം തേടുന്നു. അങ്ങനെ ആ പ്രീസ്റ്റ് വീട്ടിലേക്ക് വരുന്നു. പക്ഷേ ആ വീട്ടിൽ കയറിയത് അദ്ദേഹം നിശബ്ദനായി നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. ഈ വീട്ടിൽ എന്തോ ഒന്ന് ശരിയല്ല. അന്ന് രാത്രി ആ പ്രീസ്റ്റ് ആ വീടിനുള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും മറ്റൊന്നായി മാറാൻ തുടങ്ങി. അയാൾ പറഞ്ഞിരുന്ന പ്രാർത്ഥന പോലും അയാളുടേതായിരുന്നില്ല. ഇതെല്ലാം കണ്ടുനിന്നവർ പറഞ്ഞത് ആ പ്രീസ്റ്റ് അയാളല്ലാതായി മാറാൻ തുടങ്ങി. അയാളുടെ കണ്ണിലെ കൃഷ്ണമണികൾ പോലും അവിടെ നിന്ന് മറഞ്ഞു പോവാൻ തുടങ്ങി. പക്ഷേ ആ പ്രീസ്റ്റ് അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, നിർത്താതെ. പിറ്റേന്ന് പുലരുവോളം ആ പ്രാർത്ഥന നീണ്ടുപോയി. അതിനുശേഷം അയാൾ പറഞ്ഞു, ഈ വീടിനകത്തുള്ളത് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ആ പ്രീസ്റ്റ് അവിടെ നിന്ന് പോയി. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ പറ്റി കേട്ട കാര്യം, അദ്ദേഹം ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. ആരും ഇല്ലാത്ത സമയത്ത് ആരോടൊന്നില്ലാതെ. ഒരിക്കൽ അയാളെ കാണാൻ ചെന്ന വേറൻ ദമ്പതികളോട് അദ്ദേഹം പറഞ്ഞു, അതെന്നെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, അന്ന് പകൽ പുറത്തേക്ക് വന്നത് ആ പ്രീസ്റ്റ് മാത്രമാണോ, അതോ